ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം പുറത്തുവരുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ സിപിഎമ്മിന് വീണ്ടും കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ മറ്റൊരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുകയാണ്. 2018 സിപിഎമ്മിന്റെ സമുന്നത നേതാക്കന്മാരിൽ ഒരാളായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയായിരുന്ന സിപിഎമ്മിന്റെ തീപ്പൊരി നേതാക്കന്മാരിൽ ഒരാളായ ഉജ്ജ്വല പ്രാസംഗികനെന്ന സൈബർ സഖാക്കൾ വിശേഷിപ്പിക്കുന്ന എം സ്വരാജിനെതിരെ ഒരു പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ ആ പരാതിയിൽ കോടതി റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. ശബരിമല വിശ്വാസത്തെ അവഹേളിച്ചെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി വിഷ്ണു സുനിൽ പന്തളം നൽകിയ പരാതി. ഈ പരാതിയിലാണ് കൊല്ലം കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വിവാദ പ്രസംഗം നടത്തിയത്. ഈ വിവാദ പ്രസംഗം നടത്തിയെന്ന പരാതിയിലാണ് കൊല്ലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിപ്പോർട്ട് തേടിയത്. പ്രസംഗം മതവികാരത്തെ മതവിശ്വാസത്തെയും വ്രണപ്പെടുത്തുന്നതും അടിസ്ഥാനരഹിതവുമാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് വിഷ്ണു സുനിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിലാണ് കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പരാതിയിൽ കഴം കൊണ്ടുവന്ന് പരിശോധിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കാൻ പോലീസിന് കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. 2018 കേരളത്തിലുണ്ടായ മഹാപ്രളയത്തെയും ശബരിമലയിലെ ആചാരങ്ങളെയും ബന്ധിപ്പിച്ച് സ്വരാജ് നടത്തിയ പ്രസംഗമാണ് പരാതിക്ക് ആധാരമായിരിക്കുന്നത്. മാളികപ്പുറത്തമ്മയുടെ കണ്ണുനീരാണ് പ്രളയമായി നദികളിലൂടെ ഒഴുകി വന്നതെന്നും അയ്യപ്പന്റെ ബ്രഹ്മചര്യം അവസാനിച്ചെന്നും തുടങ്ങിയ പരിഹാസ രൂപേണയുള്ള വാചകങ്ങൾ സ്വരാജ് പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയതായി ഹർജിക്കാരൻ പറയുന്നുണ്ട്. ഈ പ്രസംഗത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും തെളിവായി ഹർജിക്കാരൻ കോടതിയിൽ സമർപ്പിച്ചു. വിഷയത്തിൽ കൊല്ലം വെസ്റ്റ് SHOയ്ക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും നേരത്തെ പരാതി നൽകിയെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് വിഷ്ണു കോടതിയെ സമീപിച്ചത്. വിശ്വാസികളെയും ആചാരങ്ങളെയും പരസ്യമായി അധിക്ഷേപിക്കുന്ന നിലപാടാണ് സ്വരാജ് സ്വീകരിച്ചതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. എന്തായാലും ഈ പരാതി സിപിഎമ്മിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സിപിഎമ്മിന്റെ നേതാക്കന്മാർ, മുൻ MLA അടക്കമുള്ളവർ ഇപ്പോൾ ജയിലിലാണ്. മുൻ മന്ത്രിയും നിലവിലെ MLAയുമായ കടകംപള്ളി സുരേന്ദ്രനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായിരുന്ന PS പ്രശാന്തിനെ ചോദ്യം ചെയ്തു. ഇനിയും ഒരുപാട് ആളുകൾ ചോദ്യമുനയിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദത്തിൽ ഇപ്പോൾ മുതിർന്ന നേതാവ് സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെതിരായ പരാതിയിൽ കോടതി റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. മാളികപ്പുറത്തമ്മയെയും ശബരിമല അയ്യപ്പനെയും അവഹേളിച്ചെന്നാണ് യൂത്ത് കോൺഗ്രസ് നൽകിയ പരാതിയിൽ പറയുന്നത്. കേരളത്തിന്റെ പുറത്തുള്ള ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിന് മുറിവേൽപ്പിച്ച പ്രസംഗമാണ് സ്വരാജ് നടത്തിയതെന്നാണ് പരാതിക്കാരൻ പറയുന്നത്. അത് മാത്രമല്ല, ആ പ്രസംഗത്തിന് ശേഷം 2018 സുപ്രീം കോടതി വിധിയുടെ മറവടിച്ച ശബരിമല സന്നിധാനത്തേക്ക് രഹന ഫാത്തിമയെയും മനീതി സംഘത്തെയും അടക്കമുള്ള ആളുകളെ മലകയറ്റാൻ കൊണ്ടുവന്നപ്പോൾ ഭക്തരുടെ വലിയ പ്രതിഷേധത്തെ തുടർന്ന് ഇവർക്ക് 18ാം പടി ചവിട്ടാൻ കഴിയാതെ മടങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അർദ്ധരാത്രി 2 മണിയോടുകൂടി വാഹനത്തിൽ കനകദുർഗയെയും ബിന്ദു അമ്മിണിയെയും, ഈ 2 ആക്ടിവിസ്റ്റുകളെ പോലീസിന്റെ അകമ്പടിയോടുകൂടി സന്നിധാനത്തെ പിന്നാമ്പുറത്തോടുകൂടി, അതായത് 18ാം പടിക്ക് മുകളിലൂടെയല്ല പിന്നാമ്പുറത്തെ വഴിയിലൂടെ ബെയിലി പാലം കടത്തി ഈ ശബരിമല സന്നിധാനത്ത് 2 പേരെ എത്തിക്കുകയും ശബരിമല സന്നിധാനത്ത് 2 യുവതികൾ എത്തിയപ്പോൾ ആനന്ദ നൃത്തമാടിയ സഖാക്കന്മാർ പിന്നീടാണ് സ്വരാജിന്റെ വിവാദ പ്രസംഗം വരുന്നത്. മഹാപ്രളയത്തിൽ ശബരിമലയിൽ നിറപുത്തരി ഉത്സവത്തിന് നട തുറന്നപ്പോൾ അവിടേക്ക് എത്താൻ കഴിയാത്ത ആളുകൾ ഒടുവിൽ കവിഞ്ഞൊഴുകുന്ന പമ്പയെ മറികടന്ന് അവിടേക്ക് ഒരു യുവാവ് അവിടെ എത്തുകയും നിറപുത്തരി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. അന്നാണ് സ്വരാജ് വിവാദപരമായ പ്രസംഗം നടത്തിയത്. ഈ പ്രസംഗത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ, അതായത് ക്ഷേത്രങ്ങളുടെ നാടെന്നറിയപ്പെടുന്ന, ക്ഷേത്രങ്ങളുടെ മണ്ഡലം എന്നറിയപ്പെടുന്ന തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ മത്സരിച്ച സ്വരാജിന് കെ ബാബു എന്ന കോൺഗ്രസ് നേതാവിനോട് അതിദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിനുശേഷം സ്വരാജ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഒരു ലൈം ലൈറ്റിൽ നിന്ന് അപ്രത്യക്ഷനാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്വരാജ് മത്സരിച്ചെങ്കിലും നിലമ്പൂരിലും ദയനീയമായ പരാജയം തന്നെയായിരുന്നു കാത്തുവെച്ചത്. അതിനുശേഷമാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കമുള്ള വിവാദങ്ങൾ കത്തിനിന്ന സിപിഎമ്മിനെ വരിഞ്ഞു മുറുക്കുമ്പോഴാണ് ശബരിമലയിലെ മറ്റൊരു വിവാദം ഇപ്പോൾ സിപിഎമ്മിനെ വീണ്ടും തിരിഞ്ഞുകൊത്തുന്നത്. ശബരിമലയുമായി ബന്ധപ്പെട്ട എം സ്വരാജ് നടത്തിയ വിവാദ പ്രസംഗത്തിന്റെ മറപിടിച്ച വീണ്ടും ശബരിമല സിപിഎമ്മിനെ പ്രതിക്കൂട്ടിലാക്കുമ്പോൾ വിശ്വാസ സമൂഹത്തോട് എന്തു പറയണമെന്നറിയാതെ ഉഴലുകയാണ് പാർട്ടി നേതൃത്വം. സ്വരാജ് ഉൾപ്പെടെയുള്ളവരുടെ മറുപടി ഈ വിഷയത്തിൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ സ്വരാജ് ഈ
വിഷയത്തിൽ മറുപടി പറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സ്വരാജിന്റെ മറുപടി എന്തായിരിക്കും, അതോടൊപ്പം തന്നെ കോടതി നടപടി എന്തായിരിക്കും, ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ റിപ്പോർട്ട് ഏത് തരത്തിലായിരിക്കും, അല്ലെങ്കിൽ പോലീസ് നൽകാൻ പോകുന്ന റിപ്പോർട്ട് ഏത് തരത്തിലായിരിക്കും എന്നൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം.